മഹാദേവനുമായി യുദ്ധം ചെയ്ത പരശുരാമന്റെ കഥ അറിയാമോ? ശിവഭഗവാന്റെ കടുത്ത ഭക്തനായ പരശുരാമൻ സംഹാരത്തിന്റെ ദേവനായ ശിവനിൽ നിന്ന് തന്നെ ആയോധനകലകൾ പഠിക്കുവാൻ ആഗ്രഹിച്ചു. ഈ ആഗ്രഹം നിറവേറ്റാനായി അദ്ദേഹം 1000 വർഷം കഠിനമായി തപസ് അനുഷ്ഠിച്ചു. ഒടുവിൽ ശിവഭഗവാൻ അദ്ദേഹത്തെ യുദ്ധത്തിന്റെ രഹസ്യങ്ങൾ പഠിപ്പിക്കുവാൻ സമ്മതിച്ചു. പരിശീലനത്തിന്റെ ഒടുവിൽ ശിഷ്യനെ പരീക്ഷിക്കുവാൻ മഹാദേവൻ പരശുരാമനെ ഒരു രൂക്ഷമായ യുദ്ധത്തിന് വെല്ലുവിളിച്ചു. ആ പോരാട്ടത്തിൽ പരശുരാമൻ ശ്രദ്ധേയമായ കഴിവുകൾ പ്രകടിപ്പിച്ചു. ശിവന്റെ ശക്തമായ ത്രിശൂലം പോലും പലതവണ വെട്ടിച്ചുമാറ്റി. ഒരു ഘട്ടത്തിൽ പരശുരാമൻ തന്റെ മഴുകൊണ്ട് മഹാദേവന്റെ തലയിൽ ഒരു ചെറിയ മുറിവുണ്ടാക്കി. ഇതിൽ മതിപ്പ് തോന്നിയ മഹാദേവൻ പരശുരാമനെ അസുരന്മാരുടെ പിടിയിൽ നിന്നും സ്വർഗത്തെ മോചിപ്പിക്കാൻ നിയോഗിച്ചു. അസുരന്മാരുമായുള്ള യുദ്ധവിജയത്തിനു ശേഷം മഹാദേവൻ പരശുരാമൻ തന്റെ കൈവശമുള്ള എല്ലാ സ്വർഗീയ ആയുധങ്ങളും നൽകി അനുഗ്രഹിച്ചു. എന്നാൽ പരശുരാമനെ ശരിക്കും അതുല്യനാക്കിയത് പാർവതിദേവിയുടെ പ്രത്യേക സമ്മാനമായിരുന്നു. തന്റെ ശക്തി അസ്ത്രമായിരുന്നു അത്. അതിനാലാണ് പരശുരാമൻ വിശ്വത്തിലെ ഏറ്റവും ശക്തനായ യോദ്ധാവായി മാറുവാൻ കാരണമായത്.